സംസ്ഥാന ഗവൺമെൻറ് റോഡപകടങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിലെടുത്ത നിലപാടുകളെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ ദീർഘദൂര യാത്രയിൽ ഉറക്കമൊഴിച്ച് യാത്ര ചെയ്യുന്നതിൻ്റെ ഭാഗമായി ഒരു പ്രത്യേകതരം അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്നു. ഒറ്റ നോട്ടത്തിൽ ആരും ഉറങ്ങുന്നതായി മനസ്സിലാകുന്നില്ല. പക്ഷേ ഉറങ്ങിക്കൊണ്ടാണ് വാഹനം ഓടിക്കുന്നത് എന്നൊരു പഠന റിപ്പോർട്ട് അടുത്ത ദിവസം വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നേരിട്ട് തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് വിശ്രമിക്കാനും കുറച്ച് സമയം ഒരു ചായയോ ഒക്കെ കഴിക്കാനുള്ളൊരു പ്രത്യേക സ്ഥലങ്ങൾ തീരുമാനിക്കുന്നത് നല്ലതായിരിക്കും. അത്തരമൊരു നടപടി സ്വീകരിക്കുമോ എന്നതാണ് ഒരു ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട CM. സർ, പല സ്ഥലത്തും ഇത്തരം അപകടങ്ങൾ കുറക്കുന്നതിനും ആളുകളെ ഉന്മേഷവാരാക്കുന്നതിനുമൊക്കെയുള്ള നടപടികൾ പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട് റോഡുകളിൽ തന്നെ. അതിൻ്റെ ഭാഗമായി ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലുള്ള നടപടികൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അത് പലയിടത്തും ഇപ്പോൾ തന്നെ സ്വീകരിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. നമ്മളെ റോഡുകളിലൂടെയാണ് സൈക്കിൾ യാത്ര, കാൽനട യാത്ര ഉള്ളത്. പക്ഷേ മുഖ്യമന്ത്രിയോട് തന്നെ സൂചിപ്പിച്ചത് പ്രകാരം റോഡുകളിൽ സ്ഥലപരിമിതിയുണ്ട്. അപ്പോൾ നമുക്കാണെങ്കിൽ അത്തരം മോഡേൺ റോഡുകൾ ഇപ്പം ദേശീയപാത വരുന്ന ഭാഗത്ത് മാത്രമേ വരാനുള്ള സാധ്യതയുള്ളൂ. പക്ഷെ അതുകൊണ്ട് ഈ കാൽനട യാത്രക്കാർ, പ്രത്യേകിച്ച് പ്രായം ചെന്നവരെല്ലാം തന്നെ വലിയ തോതിൽ ബുദ്ധിമുട്ടുകയാണ്. രാത്രി കാലങ്ങളിൽ പ്രത്യേകിച്ച് ഈ കറുത്ത വസ്ത്രങ്ങൾ, അത് വിവിധ വിശ്വാസികളും ഒക്കെയായി നടക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നമുണ്ട് ഡ്രൈവർമാർക്ക് കാണാത്തത്. അതിനേക്കാളേറെ വലിയ വെളിച്ചം പ്രസരിപ്പിക്കുന്ന തരത്തിലുള്ള വാഹനങ്ങളും വിദേശങ്ങളിൽ നിന്ന് മാർക്കറ്റ് ചെയ്ത് ഇവിടെ എത്തി മറ്റ് യാത്രക്കാർക്ക് അല്ലെങ്കിൽ ഡ്രൈവർമാർക്ക് കാണാൻ കഴിയാത്ത തരത്തിലുള്ള പ്രശ്നങ്ങളും നമ്മുടെ റോഡിൽ വരികയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുന്നതിന് അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കുന്ന ഒരു സംവിധാനം ഒരുക്കുമോ? കാൽനട യാത്രക്കാരുടെ കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അവർക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ റോഡിലൂടെ. അതിനൊരു പരിഹാരം കാണുന്ന ഒരു പരിപാടി ആസൂത്രണം ചെയ്യും. സർ, നമ്മുടെ സംസ്ഥാനത്ത് റോഡുകൾ പലതും നല്ല റോഡുകളാണല്ലോ. അതുകൊണ്ട് നല്ല വേഗതയിലാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കാൽനട യാത്രക്കാർ, റോഡ് ക്രോസ് ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ ഇടക്കിടക്ക് ഉണ്ടാകുന്നു എന്നുള്ളത് വസ്തുതയാണ്. അതാണ് ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചത്. സർ, കാൽനട യാത്രക്കാർ റോഡിലൂടെ യാത്ര ചെയ്യുക എന്നത് ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമുണ്ടാക്കുന്നതാണ്. അതായത് ഈ അമിത വേഗതയിൽ വാഹനങ്ങൾ പോകുന്നു എന്നുള്ളത്. അപ്പോൾ അതിവേഗതയിൽ പോകുന്ന വാഹനങ്ങൾ റോഡിലൂടെ പോകണം, അത് അതിൻ്റെതായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട്. പക്ഷേ കാൽനട യാത്രക്കാർക്ക് പോകാനുള്ള സൗകര്യം പ്രത്യേകമായി ഒരുക്കേണ്ടതായിട്ടുണ്ട്. അത് ആ തരത്തിൽ തന്നെ ചെയ്തു പോകണമെന്ന് തന്നെയാണ് കാണുന്നത്. ഏതെങ്കിലും ചില പ്രദേശങ്ങളിലായിരിക്കും ഈ പറയുന്ന കാൽനട യാത്രക്കാർക്ക് യാത്ര ചെയ്യാനുള്ള പ്രത്യേക സ്ഥലങ്ങളില്ലാത്തത്. അത് ആ തരത്തിൽ ഒരുക്കേണ്ടതായിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. മറ്റു തരത്തിലുള്ള റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അത് തീർച്ചയായും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതുമാണ്.